ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവരും ക്ലാസ്സിന് റെഡിയല്ലേ? ഇന്ന് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദി ഡീറ്റെയിൽസ്, ലെറ്റ്സ് റിക്ലക്ട് ദി പ്രീവിയസ് ക്ലാസ്. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്? വി വർ സ്റ്റഡിങ് അബൌട്ട് ഇൻഫെക്ഷൻ. എന്താണ് ഇൻഫെക്ഷൻ? വാട്ട് ഈസ് ദ ഇൻഫെക്ഷ്യസ് പ്രോസസ് സൈക്കിൾ? വാട്ട് ആർ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു prevent the spread of infection in hospital? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്? മെയിനായിട്ട് 4 പോയിൻ്റാണ് ഉണ്ടായിരുന്നത്. മെഡിക്കൽ അസെപ്സിസ്, സർജിക്കൽ അസെപ്സിസ്, ഡിസിൻഫെക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇവ 4മാണ് ആശുപത്രിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ്. ഇതിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഡെഫിനിഷൻ: എനി വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് ഓർ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ് ഓർ റിസർച്ച് ആക്ടിവിറ്റീസ് എക്സെട്ര. രോഗനിർണയം, ചികിത്സ, രോഗപ്രതിരോധം എന്നിവയുടെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന അഥവാ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അവശിഷ്ടം ആണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ ടിഷ്യൂസ്, ഐറ്റംസ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് ഡ്രസ്സിങ്സ്, പ്ലാസ്റ്റർ കാസ്റ്റ്, കോട്ടൺ സ്വാബ്സ്, blood bags, needles, syringes or any other contaminated sharp object. മനുഷ്യ ശരീരഭാഗങ്ങളോ ശരീരസ്രവം പുരണ്ട ഡ്രസ്സിങ്സ്, പ്ലാസ്റ്റർ കാസ്റ്റ്, കോട്ടൺ സ്വാബ്സ്, ബ്ലഡ് ബാഗ്, നീഡില്, സിറിഞ്ച് ഇവയെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റിൽ പെടുന്നു. ഇനി നമുക്ക് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. റിസ്ക് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഇൻ പേഷ്യൻസ്. നോസോകോമിയൽ ഇൻഫെക്ഷൻ നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് എന്ന് നമ്മൾ പറയും. അതായത് ആശുപത്രിയിൽ ഒരു രോഗവുമായി എത്തുന്ന രോഗി അവിടുത്തെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസിൻ്റെ അഭാവം കാരണം മറ്റൊരു രോഗബാധിതനാകുന്ന അവസ്ഥ. ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രോപ്പറായി നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇഞ്ചുറീസ് ഫ്രം ഷാർപ്സ് ടു ഓൾ കാറ്റഗറീസ് ഓഫ് ഹോസ്പിറ്റൽ പേഴ്സണൽ. അതായത് നീഡിൽ, സ്കാൽപ്പൽസ്, ആശുപത്രിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം ഷാർപ്പ് ഇൻസ്ട്രുമെൻസിൽ നിന്നും അത് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ്. റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഔട്ട്സൈഡ് ഹോസ്പിറ്റൽ ഫോർ വേസ്റ്റ് ഹാൻഡ്ലേഴ്സ്. അതായത് ഹോസ്പിറ്റലിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്ത് ഡിസ്പോസൽ സൈറ്റ് എത്തിച്ച് അതിനെ വിവിധ തരം വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി നിർവീര്യമാക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് മനുഷ്യസേവനം ആവശ്യമാണ്. ഈ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ അണുബാധ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ടു ജനറൽ പബ്ലിക്. അതായത് ഹോസ്പിറ്റലിൻ്റെ വിസിനിറ്റിയിൽ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ദ നെക്സ്റ്റ് ഈസ് റീപാക്കിംഗ് ഓഫ് ഡിസ്പോസിബിൾ ഐറ്റംസ്. ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സിറിഞ്ച്, നീഡില്, ഗ്ലൗസ് തുടങ്ങി പല ആർട്ടിക്കിൾസും സിംഗിൾ യൂസ് ആണ്. അതായത് ഒരു പ്രാവശ്യം ഒരു രോഗിക്ക് വേണ്ടി അത് ഉപയോഗിച്ചാൽ അത് ഡിസ്പോസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന ഐറ്റംസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ, ചില സാമൂഹ്യ വിരുദ്ധർ ഇത് വീണ്ടും പാക്ക് ചെയ്ത് നമ്മുടെ മുന്നിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കും. ദ നെക്സ്റ്റ് ഈസ് റിസ്ക് ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ. തുറസായ സ്ഥലത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് വഴി വായു മലിനീകരണം, ജലമലിനീകരണം, അതുപോലെ തന്നെ പരിസര മലിനീകരണം എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. The risk of nosocomial infections in patients, injuries from sharps to all categories of hospital personnel,
risk of infection outside hospital for waste handlers, risk of infection to general public, repacking of disposable items, risk of air, water and soil pollution. The next is sources. അതായത് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നത്? ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, ബ്ലഡ് ബാങ്ക്, ലബോറട്ടറി, ക്ലിനിക്, മോർച്ചറി, അനിമൽ ഹൗസസ് അതായത് സ്ലോട്ടർ ഹൗസസ്, റിസർച്ച് സെൻറ്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, വാക്സിനേഷൻ സെൻറ്റേഴ്സ്, ഫ്യൂണറൽ സർവീസസ് ഇത്യാദി എല്ലാ സ്ഥലത്തു നിന്നും ബയോമെഡിക്കൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. പ്രധാനമായും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് വേസ്റ്റ് കളക്ഷൻ, സെഗ്രിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. ഇവ നാലുമാണ്. ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി വേസ്റ്റ് കളക്ഷൻ. നിങ്ങളൊക്കെ ആശുപത്രിയിൽ പോകുമ്പം കണ്ടിരിക്കും ഇതുപോലുള്ള പല കളറിലുള്ള വേസ്റ്റ് ബിൻസ്. പച്ച, ചുമപ്പ്, മഞ്ഞ, നീല, വെള്ള ഇത്യാദി പലതരത്തിലുള്ള, കറുപ്പ്, പല നിറത്തിലുള്ള വേസ്റ്റ് ബിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല ഹോസ്പിറ്റലിലും ഇവ ഉണ്ടാകാറുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ആശുപത്രികളിലും ഇത്തരം വേസ്റ്റ് ബിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇത്തരം വേസ്റ്റ് ബിന്നിൻ്റെ പുറത്ത് ഒരു പ്രത്യേക സിമ്പൽ ഉണ്ടായിരിക്കും. ഇതാണ് ആ സിമ്പൽ. ബയോഹസാർഡ് ആണ്, അതിനകത്തിരിക്കുന്ന വേസ്റ്റ് ഇൻഫെക്ഷ്യസ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ്. ഇതെല്ലാ വേസ്റ്റ് ബിന്നിലും, അതുപോലെ ആ വേസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കണ്ടെയ്നർ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനം എല്ലാത്തിലും ഈ സിമ്പൽ ഉണ്ടായിരിക്കും. അടുത്തതായി വേസ്റ്റ് സെഗ്രിഗേഷൻ. നമ്മൾ പല കളറിലാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓരോ കളറിനകത്തും എന്തൊക്കെ സാധനങ്ങളാണ് ഇടേണ്ടത്, ഏതൊക്കെ തരം വേസ്റ്റാണ് ഓരോ കളറിനകത്തും ഇടേണ്ടത്, അതാണ് സെഗ്രിഗേഷൻ. എങ്ങനെ ഓരോന്നും നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. ഈ സെഗ്രിഗേഷൻ ഫ്രം ദ സോഴ്സ്, എവിടെയാണോ ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് തന്നെ ഈ സെഗ്രിഗേഷനും സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പല കളർ ബിന്നുകളിലാണ് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ഇനി ഓരോ വേസ്റ്റിലും എന്തൊക്കെ തരം വേസ്റ്റാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണമായി പച്ച ബിൻ, പച്ച കളറിലെ ബിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ സാധാരണയായി കിച്ചൺ വേസ്റ്റ്, അതായത് ആഹാര അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ പേപ്പർ, ടിഷ്യൂ ഇവയൊക്കെയാണ്, യൂസ്ഡ് വാട്ടർ ബോട്ടിൽസ്, ഇതൊക്കെയാണ് നമ്മൾ പച്ച കളറുള്ള ബിന്നിനകത്തേക്ക് ഡിസ്പോസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് റെഡ്. റെഡ് കളർ ബിന്നിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ, നീഡിലില്ലാതെ സിറിഞ്ച് മാത്രം, IV സെറ്റ്, കത്തീറ്റർ, ഗ്ലൗസ്, യൂറിൻ ബാഗ്, ഡയാലിസിസ് കിറ്റ്, IV ബോട്ടിൽസ് ഇവയൊക്കെയാണ് റെഡ് കളർ ബാഗിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് യെല്ലോ കളർ ബാഗ്. യെല്ലോ കളർ ബാഗിനകത്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബോഡി പാർട്സ്, പ്ലാസൻഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കോട്ടൺ വേസ്റ്റ്, ബ്ലഡ് ബാഗ്, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ബെഡിങ്സ്, ഫേസ് മാസ്ക്, ക്യാപ്പ്, എക്സ്പയർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻസ്, ലാബ് വേസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മഞ്ഞ കളറുള്ള യെല്ലോ കളർ ബിന്നിനകത്തേക്ക് ഉപേക്ഷിക്കുന്നത്. അടുത്തതായി ബ്ലൂ കളർ. ബ്ലൂ കളറിനകത്ത് ഗ്ലാസ് ഐറ്റംസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഇടുന്നത്. ഗ്ലാസ് വെയർ, അതായത് ബ്രോക്കൺ ഗ്ലാസ്, ആംബ്യൂൾസ്, വയൽസ്, നമ്മൾ മരുന്ന് വരുന്ന ചെറിയ ബോട്ടിൽസ്, ലാബിൽ നിന്നുള്ള സ്ലൈഡ്സ്, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന നെയിൽസ്, മെറ്റാലിക് ഇംപ്ലാന്റ്സ്, സിസേഴ്സ്, ഇവയൊക്കെ നീല കളറുള്ള ബിന്നിനാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അവസാനമായി വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ്. ട്രാൻസ്ലൂസൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, വൈറ്റ് ട്രാൻസ്ലൂസൻ്റ് ആണ്. പങ്ക്ചർ പ്രൂഫ്, അതായത് അതിനകത്ത് കിടക്കുന്ന സാധനം
പുറമെ ഒരാൾ ആ ബിന്നിലുള്ള സാധനം മാറ്റുന്ന സമയത്ത് കയ്യിൽ തട്ടുകയോ മുറിയുകയോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നിക്ഷേപിക്കുന്നത് നീഡിൽസ്, സിറിഞ്ച് വിത്ത് ഫിക്സഡ് നീഡിൽ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻസുലിൻ സിറിഞ്ചൊക്കെ നീഡിലും സിറിഞ്ചും കൂടെ ഒരു സിംഗിൾ പീസാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫിക്സ് ചെയ്ത നീഡിലുള്ള സിറിഞ്ചസ്, ബ്ലേഡ്, സ്കാൽപ്പൽസ് ഇവയൊക്കെയാണ് വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അതായത് പച്ചയിലാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള വേസ്റ്റ്, റെഡിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ്, യെല്ലോയിൽ ഇൻഫെക്റ്റഡ് വേസ്റ്റ്, ബ്ലഡ് സ്മിയേർഡ് ആയിട്ടുള്ള വേസ്റ്റ് എല്ലാം യെല്ലോയിലാണ് ഇടുന്നത്, ബ്ലൂവിൽ ഗ്ലാസ് വെയർസ്, വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് കണ്ടെയ്നറിൽ ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സ്. ഇതാണ് സോഴ്സിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഈ പല കളർ ബിന്നിൽ ഓരോ യൂണിറ്റിലും ഓരോ വാർഡിലും ഓരോ ലാബിലും എവിടെയൊക്കെ ഹോസ്പിറ്റലിൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഈ കളേർഡ് ബിന്ന് ഉപയോഗിക്കുകയും ആ ബിന്നിനകത്തേക്ക് അതാത് വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്. There should be separate corridor and lift in the hospital to carry and transport waste. ആശുപത്രിയിൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് സെപ്പറേറ്റ് കോറിഡോർ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഇടനാഴികളുണ്ട്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിഫ്റ്റ് ഉണ്ട്. The transportation should be done in sealed containers without leakage or spillage. ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ലീക്കേജോ സ്പില്ലേജോ ഒന്നും ഇല്ലാത്ത ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്, അടച്ചു മൂടിയ രീതിയിലുള്ള കണ്ടെയ്നറിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ പുറത്ത്, ആ കണ്ടെയ്നറിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കണ്ട ബയോഹസാർഡ് സിമ്പിൾ കണ്ടോ. ആൻഡ് പ്രോപ്പർ ലേബലിംഗ് ആൻഡ് സിമ്പിൾ ഷുഡ് ബി യൂസ്ഡ് ഫോർ സൈറ്റോടോക്സിക് വേസ്റ്റ്. ഇനി സൈറ്റോടോക്സിക് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സൈറ്റോടോക്സിക് ആണെന്ന് കാണിക്കുന്ന സിമ്പിൾ അതിലുണ്ടായിരിക്കണം. No untreated biomedical waste shall be kept stored beyond a period of 48 hours. 48 മണിക്കൂറിൽ കൂടുതൽ ട്രീറ്റ് ചെയ്യപ്പെടാതെ വേസ്റ്റ് സൂക്ഷിച്ചു വെക്കാറില്ല. ഇനി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ബയോമെഡിക്കൽ വേസ്റ്റ് പ്ലാന്റ്സ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്ന വാഹനമാണെങ്കിലും ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറാണ്, അതിൻ്റെ പുറത്തും ബയോഹസാർഡ് സിമ്പിൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അടുത്തതായി, ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ബയോമെഡിക്കൽ പ്ലാന്റിലോ നിർദ്ദിഷ്ട സ്ഥലത്തോ എത്തുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് എന്തൊക്കെ തരം ട്രീറ്റ്മെൻറ്റിന് വിധേയമാകുന്നു? ദ ഫൈനൽ പോയിന്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. പ്രധാനമായും 5 രീതിയിലാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിന് ശേഷം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻസിനറേഷൻ, സെക്കൻഡ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ, തേർഡ് തെർമൽ ട്രീറ്റ്മെൻറ്റ്, then land disposal, and finally is inertization. The first one is incineration. നമുക്കറിയാം, സാധാരണ ആശുപത്രികളിലെല്ലാം ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഒരു പ്രത്യേക മെഷീൻ ഉണ്ടാകാറുണ്ട്. ആശുപത്രിയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു വലിയ പുകക്കുഴൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇൻസിനറേറ്ററിൽ നിന്നും വരുന്നതാണ്. This is a high temperature dry oxidation process that reduce organic and combustible waste to inorganic matter, resulting in significant reduction of the volume of waste. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന വേസ്റ്റ്, അതിൻ്റെ വോള്യൂം ഈ പ്രോസസ്സിലൂടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്സിഡേഷൻ, ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. ഓർഗാനിക് മാറ്റേഴ്സ് ഇനോർഗാനിക് മാറ്ററായിട്ട് മാറ്റുന്ന ഒരു തരം ട്രീറ്റ്മെൻറ്റ്. ഇത് സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ കാണാറുള്ളതാണ്, ഇൻസിനറേറ്റേഴ്സ്, ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് ഇൻസിനറേഷൻ. ദ സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ. ഇത് സാധാരണയായി ലിക്വിഡ് വേസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായി ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ, ഹോസ്പിറ്റൽ സീവേജ്, ഇതിനൊക്കെയാണ് നമ്മൾ കെമിക്കൽ ഡിസിൻഫെക്ഷൻ യൂസ് ചെയ്യുന്നത്. കെമിക്കൽസ് ആർ ആഡഡ് ടു ദ വേസ്റ്റ് ടു കിൽ ഓർ ഇനാക്ടിവേറ്റ് ദ പാത്തജൻ. ഈ വേസ്റ്റിലേക്ക്, ഈ ലിക്വിഡ് വേസ്റ്റിലേക്ക് കെമിക്കൽസ് ആഡ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ലിക്വിഡ് വേസ്റ്റിലുള്ള
പാത്തോജൻസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദ തേർഡ് ഈസ് തെർമൽ ട്രീറ്റ്മെൻറ്റ്. തെർമൽ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. വെറ്റ് തെർമൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഡ്രൈ തെർമൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വെറ്റ് തെർമൽ ട്രീറ്റ്മെൻറ്റിൽ the infectious waste is exposed to high temperature and high pressure, similar to that of autoclaving. ഓട്ടോക്ലേവിങ്ങിൽ എന്നതുപോലെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിൽ ഒരു സ്റ്റീം ഡിസിൻഫെക്ഷൻ നടക്കുന്നതാണ് വെറ്റ് തെർമൽ ട്രീറ്റ്മെൻറ്റ്. ഡ്രൈ തെർമൽ ട്രീറ്റ്മെൻറ്റിൽ ഇറ്റ് ഈസ് അതർവൈസ് നോൺ as മൈക്രോവേവ് ഇറാഡിയേഷൻ. മൈക്രോവേവ് of particular frequency and wavelength is used to destroy the microorganism. മൈക്രോഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. The fourth is land disposal. It is otherwise known as sanitary landfill or city landfills. ഇത് സാധാരണയായി ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ്, ധാരാളം സ്ഥലമുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. സിറ്റി ഏരിയാസിലൊന്നും ഇതത്ര അഭികാമ്യമല്ല, കാരണം ലാർജ് ഏരിയ ഓഫ് ലാൻഡ് ഇതിന് ആവശ്യമാണ്. ആൻഡ് ദ ലാൻഡ് ഫിൽസ് ആർ സ്പെഷ്യലി ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് സോയിൽ, സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനും അതിന് ചുറ്റുമുള്ളവർക്ക് വരാത്ത രീതിയിൽ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു പിറ്റാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി, അതായത് സിറ്റിയുടെ പുറത്തുള്ള സ്ഥലത്ത്, അധികം ജനവാസമൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് സാനിറ്ററി ലാൻഡ് ഫിൽസ് യൂസ് ചെയ്യുന്നത്. ദ ഫൈനൽ വൺ ഈസ് ഇനർട്ടൈസേഷൻ. ഇൻ ദിസ് പ്രോസസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മിക്സിംഗ് വേസ്റ്റ് വിത്ത് സിമന്റ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ബിഫോർ ഡിസ്പോസൽ in order to minimize the risk of toxic substance. Toxic substance ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് സിമൻറ്റ് പോലുള്ള സബ്സ്റ്റൻസിൽ മിക്സ് ചെയ്യുക. സിമൻറ്റിൽ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോക്സിക് പ്രോപ്പർട്ടീസ് അങ്ങ് മാറും. ആൻഡ് ദ റിസ്ക് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് മൈഗ്രേറ്റിംഗ് ടു ദ സർഫസ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിലോ സർഫസ് വാട്ടറിലോ എയറിനോ വാട്ടറിനോ ഒന്നും ഒരു രീതിയിലുള്ള പൊല്യൂഷനും ഉണ്ടാകാത്ത രീതിയിലാണ് ഈ മെത്തേഡിലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. സോ ദ മെയിൻ 5 മെത്തേഡ്സ് ആർ ഇൻസിനറേഷൻ, കെമിക്കൽ ഡിസിൻഫെക്ഷൻ, തെർമൽ ട്രീറ്റ്മെൻറ്റ്, ലാൻഡ് ഡിസ്പോസൽ ആൻഡ് ഇനർട്ടൈസേഷൻ. Next we can see the biomedical management process. അതായത് ആശുപത്രിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് ഇൻ ഹൗസ് സെഗ്രിഗേഷൻ, അതായത് അത് എവിടെയാണോ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ആ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ പറഞ്ഞ 5 കളർ കോഡഡ് ബിൻസിലേക്ക് മാറ്റുന്നു. അവിടെ നിന്നും ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു എ കോമൺ സ്റ്റോറേജ് പോയിന്റ്. ആശുപത്രിയിൽ തന്നെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള വേസ്റ്റ് സ്റ്റോറേജ് പോയിന്റിലേക്ക് അത് മാറ്റുന്നു. ആ സ്റ്റോറേജ് പോയിന്റിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞു ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആയിരിക്കണം, സ്പില്ലേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് അത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തുന്ന വേസ്റ്റ് അൺലോഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് കീപ്പ് ചെയ്യുന്നു. അത് തന്നെ ഏത് തരം വേസ്റ്റ് ആണെങ്കിലും 48 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യാറില്ല. അതിനുശേഷം അത് പലതരം ട്രീറ്റ്മെൻറ്റിന് വിധേയമാവുന്നു. ഏതൊക്കെ തരം ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻസിനറേഷൻ, കെമിക്കൽ ഡിസിൻഫെക്ഷൻ, തെർമൽ ട്രീറ്റ്മെൻറ്റ്, ലാൻഡ് ഡിസ്പോസൽ ആൻഡ് ഇനർട്ടൈസേഷൻ. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമായതിനു ശേഷം അതിൻ്റെ ഇൻഫെക്ഷസ് മാറ്റർ ഒന്നും ഇല്ലാതെ പതോജനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാത്ത വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റെമിനൻസ് പല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യം ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. യു നീഡ് ടു പ്രിപ്പയർ എ ചാർട്ട് ഓൺ കളർ കോഡഡ് സെഗ്രിഗേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ
കളർ കോഡഡ് സെഗ്രിഗേഷൻ, അതൊരു ചാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു ചാർട്ടിൽ യെല്ലോയിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യെല്ലോയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, റെഡിൽ എന്തൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഗ്രീനിൽ എന്തൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. ആ ചാർട്ട് നിങ്ങൾ അതിൻ്റെ ബിൻ വരയ്ക്കുന്നതിൽ ആ ബയോഹസാർഡ് സിമ്പിൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്സിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷനിലെ മൂന്നാമത്തെ പോയിന്റാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് മെഡിക്കൽ അസെപ്സിസ്, സർജിക്കൽ അസെപ്സിസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ പഠിക്കാം. ആൻഡ് സോ വെൽ, താങ്ക് യു.